നമസ്കാരം. 8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 കനിവും കരുതലും. അതിലെ പാഠമായ കുരുവിയും കാട്ടുതീയും ഇതിൽ ഉൾപ്പെടുന്ന പഠന പ്രവർത്തനങ്ങളാണ്. ഈ പാഠം എഴുതിയിരിക്കുന്നത് ആനന്ദ് പി സച്ചിദാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞാൻ ഈ പാഠത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സിൽ കയറി ക്ലാസ് കാണണം. നമുക്കിനി നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകളും രേഖപ്പെടുത്തണം. ചെയ്യുമല്ലോ? അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് വായോ, കാണൂ, കേൾക്കൂ, പഠിക്കൂ. ഇതാ പഠന പ്രവർത്തനങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമുക്കൊരു പ്രവേശകം തന്നിട്ടുണ്ടായിരുന്നല്ലോ, 2 ചിത്രങ്ങൾ. അതിലെ ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കനിവും കരുതലും എന്ന യൂണിറ്റിൽ പ്രവേശകമായി നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ്? ആദ്യത്തെ ചിത്രം പൂക്കളും പച്ചപ്പും പക്ഷികളുമെല്ലാം നിറഞ്ഞ മനോഹര ചിത്രമാണെങ്കിൽ, രണ്ടാമത്തെ ചിത്രം പച്ചപ്പിന്റെ അടയാളമായി ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത വരണ്ടുണങ്ങിയ ഒരു പ്രദേശമാണ്. ആദ്യത്തെ ചിത്രം ഐശ്വര്യവും അതുപോലെ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിക്കുമ്പോൾ ഭൂമി എങ്ങനെയാകും എന്നത് സൂചിപ്പിക്കുന്നു. ഒരു തുള്ളി ദാഹജലത്തിനായി മനുഷ്യൻ അലഞ്ഞു നടക്കേണ്ടതായി വരും. കാലാവസ്ഥാ വ്യതിയാനം മൂലം കാലം തെറ്റിയ മഴയും വരൾച്ചയും ഉണ്ടാകും. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മനോഹരമായ പ്രദേശം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും ഭൂമിയെ സംരക്ഷിക്കണമെന്നും ഭൂമിയുടെ നിലനിൽപ്പാണ് നമ്മുടെ നിലനിൽപ്പ് എന്നും ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. അടുത്ത കുറച്ച് ചോദ്യങ്ങൾ വൺ വേർഡ് മാതൃകയിലുള്ളതാണ് കേട്ടോ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ്? ഏതൊരവസരത്തിലും മാറി നിൽക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. മഴദേവൻ എന്നറിയപ്പെടുന്നത് ആര്? ഇവിടെ 3 ഉത്തരം ഞാൻ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. അഗ്നി, ഇന്ദ്രൻ, വരുണൻ. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഇന്ദ്രൻ. ഇന്ദ്രനാണ് മഴയുടെ ദേവൻ എന്നറിയപ്പെടുന്നത്. കുരുവിയും കാട്ടുതീയും എന്ന കഥ ഏത് പഴഞ്ചൊല്ലിന്റെ ആശയമാണ് വ്യക്തമാക്കുന്നത്? പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? അണ്ണാറക്കണ്ണനും തന്നാലായത്. ആ കഥ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വീണ്ടും വിശദീകരിക്കുന്നില്ല. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പതുക്കെ കിടക്കാം. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ല് ഏത് പുരാണ കൃതിയിലെ കഥയെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ടിട്ടുള്ളതാണ്? രാമായണം. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ ഭാഗത്ത് വ്യക്തമാകുന്നത് എന്ത്? കാട്ടുതീയുടെ തീവ്രത. ഇതാ വേറൊരു ചോദ്യം. കുരുവി കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചതെങ്ങനെ? പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചു. ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ? ഇങ്ങനെ ചോദിച്ചതാര്? മഴദേവൻ. മഴദേവന്റെ ഈ വാക്കുകളിലെ ഭാവം എന്ത്? പരിഹാസം.
ഇതാ, ആളിക്കത്തുന്ന ഈ പദം ഒന്ന് പിരിച്ചെഴുതണം. ഇത് പിരിച്ചെഴുതുമ്പോൾ ആളി കത്തുന്ന ഇങ്ങനെ രണ്ട് വാക്കുകളായിട്ട് മാറുന്നു അല്ലെ? ഈ ആളി എന്നതും കത്തുന്ന എന്നതുമായ ഈ രണ്ട് പദങ്ങൾ ചേർത്തെഴുതിയപ്പോൾ അവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് ആ മാറ്റം? രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇവിടെ ഏതാണ്? ക. കായ്ക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? അത് ഇരട്ടിച്ചിരിക്കുന്നു. കണ്ടോ? ആളിക്കത്തുന്ന അവിടെ ക ഇക്കയായിട്ട് മാറിയിരിക്കുന്നു, ഇരട്ടിച്ചിരിക്കുന്നു. ഇപ്രകാരം ഇരട്ടിപ്പ് വരുന്ന സന്ധി ആണ് ദ്വിത്വസന്ധി. ഇപ്പോ രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു പദം ഇരട്ടിക്കുന്നത് ദ്വിത്വസന്ധി. ഇനി മറ്റൊരു ഉദാഹരണം തരാം. ഇത്തിരി പോന്ന ചേർത്തെഴുതിയപ്പോൾ ഇത്തിരി പോന്ന. ഇവിടെയും എന്തു മാറ്റമാണ് വന്നിരിക്കുന്നത്? രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ അക്ഷരം പ. പായ്ക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? പ ഇരട്ടിച്ച് ഇപ്പ എന്നായി മാറിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സന്ധി ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഏതാണ് സന്ധി? ദ്വിത്വസന്ധി. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. എക്സാമിനൊക്കെ ഈ മാതൃകയിൽ ചോദ്യം വരാറുണ്ട്. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. ഇവിടെ നമുക്ക് രണ്ട് വാക്യമാണ് തന്നിരിക്കുന്നത്, ചിലപ്പോൾ 3 വാക്യങ്ങളും ഉണ്ടാകാം. അതിനെ അർത്ഥത്തിന് വ്യത്യാസം വരാതെ നമ്മൾ ഒറ്റ വാക്കാക്കണം. ചോദ്യം ഇതാണ്: ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇപ്പൊ 2 വാക്യമാണുള്ളത്. അത് നമ്മൾക്ക് എങ്ങനെയാണ് ഒറ്റവാക്യമാക്കുന്നത് എന്ന് നോക്കാം. ഒറ്റവാക്യമാക്കുമ്പോൾ അർത്ഥത്തിന് മാറ്റം വരരുത്. നമുക്ക് യോജിച്ച പോലെ പദങ്ങൾ ചേർക്കാം, വേണമെങ്കിൽ ചില പദങ്ങൾ കളയാം. ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും. കണ്ടോ അവിടെ വന്ന മാറ്റം? ശ്രമിച്ചുകൊണ്ടിരിക്കുകയും. കുരുവി ഇത് പലതവണ ആവർത്തിക്കുകയും ചെയ്തു. ആവർത്തിച്ചു എന്നുള്ളത് ആവർത്തിക്കുകയും ചെയ്തു. അവിടെ നമ്മൾ ചെയ്തു എന്ന പദം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുപോലെ അർത്ഥത്തിന് വ്യത്യാസം വരാതിരിക്കാൻ നമ്മൾ ചേർത്തെഴുതുമ്പോൾ ഉചിതമായ പദപ്രയോഗങ്ങൾ നമുക്ക് ചേർക്കാം. ചില പദങ്ങൾ നമുക്ക് കളയാവുന്നതുമാണ് അതുപോലെ. പക്ഷെ ചേർത്തെഴുതുമ്പോൾ അർത്ഥവ്യത്യാസം വരാൻ പാടില്ല. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ നോക്കുമോ? വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇതാണ് ചോദ്യം. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഇവിടെ 2 വാക്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത് നമ്മൾ അർത്ഥത്തിന് മാറ്റം വരാതെ ഒറ്റ വാക്യമാക്കി മാറ്റണം. ഒന്ന് ചെയ്തു നോക്കൂ. ചെയ്തോ? എങ്ങനെയാ ചെയ്തത്? പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു എന്നത് മാറ്റിയിട്ട് പരക്കം പായുകയും ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത്? ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണോ? ഒന്നുകൂടി ഞാൻ വായിക്കാം ഉത്തരം. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പായുകയും ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതാം. കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു. എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത്? 2 പേരുടെയും മനോഭാവങ്ങളിൽ എന്തു വ്യത്യാസമാണുള്ളത്? നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഇതാണ് ചോദ്യം.
ഈ ചോദ്യത്തെ സംബന്ധിച്ച ഒരു അഭിപ്രായക്കുറിപ്പ് നിങ്ങൾ ഓരോരുത്തരും എഴുതണം. കുരുവിയുടെയും മഴദേവന്റെയും മനോഭാവങ്ങൾ വ്യത്യസ്തമാണ്. കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ മൃഗങ്ങളും പക്ഷികളും ജീവനു വേണ്ടി പരക്കം പായുകയും ധാരാളം മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിക്കുകയും ചെയ്തു. മഴദേവനാകട്ടെ ഈ കാഴ്ചകളെല്ലാം നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. വലിയ മഴ പെയ്യിച്ച് കാട്ടുതീ കെടുത്താൻ മഴദേവന് സാധിക്കും, എന്നാൽ ചെയ്യുന്നില്ല. കുരുവിയാകട്ടെ തന്റെ കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് കാട്ടുതീ കെടുത്താൻ ശ്രമിക്കുന്നു. മഴദേവനാകട്ടെ കുരുവിയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കുരുവിയുടെ മനോഭാവമാണ് ശരിയായിട്ടുള്ളത്. കാട്ടുതീ കെടുത്താൻ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന കുരുവിയെ പോലെ ആപത്തിൽ സഹായിക്കുകയാണ് നമ്മളും ചെയ്യേണ്ടത്. റോഡിൽ വാഹനാപകടം ഉണ്ടായാൽ അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ മടി കാണിക്കുന്നവരുണ്ട്. യഥാസമയം ചികിത്സ ലഭിച്ചാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഇത്തരം പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്നും ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന സത്പ്രവൃത്തി ഈശ്വരാനുഗ്രഹവും സന്തോഷവും നൽകുമെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ആപത്തിൽ തന്നാലാവുന്നത് ചെയ്യുന്ന കുരുവിയുടെ പ്രവൃത്തി അഭിനന്ദനീയമാണ്. അതിനാൽ കുരുവിയുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും കുരുവിയുടെ ഭാഗത്തല്ലേ നിൽക്കുന്നത്? അങ്ങനെ വേണം നിൽക്കാനും. അടുത്ത നമുക്കൊരു കഥ എഴുതാം. നിങ്ങൾ കഥയൊക്കെ എഴുതുന്നവരാണോ? കഥയുടെ ചോദ്യം ഇതാണ്. ഈ കഥയിലെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ. ഇതിനു പകരം കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണമായിരുന്നെങ്കിൽ കഥാഗതിയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക? സങ്കല്പിച്ച് ഒരു കഥ എഴുതുക. നമ്മളോട് കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണം അടിസ്ഥാനമാക്കി ഒരു കഥ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നന്നായി കഥ എഴുതുന്നവരായിരിക്കും അല്ലെ? കഥ എഴുതാനൊക്കെ കഴിവുള്ള അനേകം മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവന അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്തായാലും ഇതൊന്ന് കേട്ടു നോക്കൂ. നിരവധി മൃഗങ്ങളും ഇടതിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുമുള്ള ഒരു വലിയ കാടായിരുന്നു അത്. പെട്ടെന്നാണത് സംഭവിച്ചത്. കാടിന് തീ പിടിച്ചിരിക്കുന്നു. ആളിക്കത്തുന്ന തീയിൽ നിന്നും രക്ഷപ്പെടാൻ മൃഗങ്ങൾ പരക്കം പായുന്നു. കുരുവി അതിന്റെ കൂട്ടിൽ ഉച്ചമയക്കത്തിലായിരുന്നു. ശബ്ദകോലാഹലങ്ങൾ കേട്ട് ഉണർന്ന കുരുവി ചുറ്റും നോക്കി. കാടിന് തീ പിടിച്ചിരിക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് കണ്ടത്. കാട്ടുതീയിൽ മൃഗങ്ങൾ വെന്തു മരിച്ചു കിടക്കുന്നത് കുരുവിയിൽ ഞെട്ടലുണ്ടാക്കി. അമ്മേ അമ്മേ, മൃഗങ്ങളെല്ലാം ഓടി രക്ഷപ്പെടുന്നു. നമുക്കും ഓടി രക്ഷപ്പെടാം. ഇല്ല മോനെ, നമുക്ക് ചലിക്കാനാവില്ല. കാട്ടുതീ നമ്മളെ വിഴുങ്ങുക തന്നെ ചെയ്യും. നല്ലൊരു മഴ പെയ്യുക മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അതിനായി മഴദേവനോട് പ്രാർത്ഥിക്കാം. ആരാണ് സംസാരിക്കുന്നത്? കുരുവി തിരിഞ്ഞു നോക്കി. കരഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു മരം അമ്മ മരത്തോട് സംസാരിക്കുന്നതും അമ്മ മരം മറുപടി പറയുന്നതുമാണ് കുരുവി കണ്ടത്. ഈ വൃക്ഷങ്ങളെ രക്ഷിക്കണം കുരുവി തീരുമാനിച്ചു. ഭയത്തോടെ നിൽക്കുന്ന വൃക്ഷങ്ങളോട് കുരുവി പറഞ്ഞു, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. എങ്ങനെ? ഒരു വലിയ വൃക്ഷം ചോദിച്ചു. ഞാൻ അവിടെ 2 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്.
എൻ്റെ എന്നുള്ള വാക്ക് അപ്പൊ ക്ഷമിക്കുക കേട്ടോ. ഞാൻ എൻ്റെ ചുണ്ടു നിറയെ പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നൊഴിച്ച് തീ കെടുത്തു. ഇത്രയും പറഞ്ഞ് കുരുവി വെള്ളം തന്റെ കൊച്ചു ചുണ്ടിൽ നിറച്ചു വന്ന് കാട്ടുതീയിൽ ഒഴിച്ചു തുടങ്ങി. ഇത് കണ്ട വൃക്ഷങ്ങൾ കുരുവിയോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞു കുരുവി, നിന്റെ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് കാട്ടുതീ കെടുത്താനാകില്ല. എങ്കിലും നീ ഞങ്ങളെ രക്ഷിക്കാൻ നിനക്കാകുന്നത് ചെയ്യുന്നല്ലോ. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. നിന്റെ നല്ല മനസ്സിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അപ്പോഴേക്കും കാട്ടുതീ ആ പ്രദേശമാകെ പടർന്നു. വൃക്ഷങ്ങളും നമ്മുടെ കുഞ്ഞു കുരുവിയും കാട്ടുതീയിൽപ്പെട്ട് ഒരു പിടി ചാരമായി മാറാൻ അധിക സമയം പിന്നീട് വേണ്ടി വന്നില്ല. ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന കഥ. അടുത്തതായിട്ട് ആശയ വ്യത്യാസം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നൽകിയിട്ടുള്ള ചോദ്യം ഒന്ന് നോക്കൂ. ഇത് പലതവണ ആവർത്തിച്ചു. ഇത് പലതവണ ആവർത്തിക്കും. ഇത് പലതവണ ആവർത്തിക്കുന്നു. ഈ 3 വാക്യങ്ങളിലും ഒരേ പദത്തിന് വരുന്ന വ്യത്യാസം, ആദ്യത്തേതിൽ ആവർത്തിച്ചു, രണ്ടാമത്തേതിൽ ആവർത്തിക്കും, മൂന്നാമത്തേതിൽ ആവർത്തിക്കുന്നു. അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത്? അതിന്റെ കാരണം ചർച്ച ചെയ്യുക. ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക. ഇതാണ് ചോദ്യം. ഇത് മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മലയാള വ്യാകരണത്തിൽ 3 കാലങ്ങളാണുള്ളത്: ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഭൂതകാലം കഴിഞ്ഞുപോയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. വർത്തമാനകാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഭാവികാലം ഇനി നടക്കാൻ പോകുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ചോദ്യത്തിൽ ആവർത്തിച്ചു എന്നാൽ ആവർത്തിച്ചത് കഴിഞ്ഞുപോയതാണ്, അതുകൊണ്ട് ഭൂതകാലം. ആവർത്തിക്കും, അത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ്, അതുകൊണ്ട് ഭാവികാലം. ആവർത്തിക്കുന്നു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് വർത്തമാനകാലം. നമുക്കൊന്ന് വിശദീകരിച്ച് പഠിക്കാം. ഇതാ ഇവിടെ ആവർത്തിക്കുക എന്ന പദം വ്യത്യസ്ത കാലങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നു. ആവർത്തിച്ചു ഭൂതകാലം, ആവർത്തിക്കുന്നു വർത്തമാനകാലം, ആവർത്തിക്കും ഭാവികാലം. മറ്റൊരു ഉദാഹരണം തരട്ടെ. അവൻ ഓടി, അവൻ ഓടിക്കഴിഞ്ഞു അല്ലെ, അതുകൊണ്ട് ഭൂതകാലം. അവൻ ഓടുന്നു, അത് വർത്തമാനകാലം, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓടും, ഭാവികാലം. അപ്പൊ നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോയി, ഇത് ഏത് കാലമാണ്? ഭൂതകാലം. നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അത് വർത്തമാനകാലം. വൈകിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും, അത് ഭാവികാലം. അപ്പൊ മനസ്സിലായില്ലേ? കഴിഞ്ഞുപോയ പ്രവൃത്തി ഭൂതകാലം, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വർത്തമാനകാലം, വരാൻ പോകുന്ന പ്രവൃത്തി ഭാവികാലം. മറ്റൊരു എക്സാമ്പിൾ, പാട്ടുപാടി. പാട്ടുപാടി കഴിഞ്ഞു, ഏതാണ് കാലം? ഭൂതകാലം. പാട്ട് പാടുന്നു, ഉത്തരം പറയാൻ സാധിക്കുമല്ലോ, വർത്തമാനകാലം. പാട്ട് പാടും, വരാൻ പോകുന്നതാണ്, പിന്നെ എപ്പോഴോ ആണ് പാടുന്നത്, അത് ഭാവികാലം. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് 3 കാലങ്ങളും അവയുടെ അർത്ഥവും പ്രസക്തിയും എല്ലാം? അതെങ്ങനെ വരുന്നു എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം കൂടി ഞാൻ നൽകിയിട്ടുണ്ട്. നൃത്തം ചെയ്തു, ഭൂതകാലം. നൃത്തം ചെയ്യുന്നു വർത്തമാനകാലം. നൃത്തം ചെയ്യും ഭാവികാലം. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ല് കുരുവിയും കാട്ടുതീയും എന്ന കഥയുടെ ആശയവുമായി യോജിക്കുന്നുണ്ടോ? അഭിപ്രായക്കുറിപ്പ് എഴുതുക. നമുക്കൊന്ന് നോക്കാം അല്ലേ. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ല് കുരുവിയും കാട്ടുതീയും എന്ന കഥയുടെ ആശയവുമായി യോജിക്കുന്നുണ്ട്. ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരുമ്പോൾ മാറി നിൽക്കാതെ
നമുക്കാവുന്ന വിധത്തിൽ പ്രവർത്തിക്കണം എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ ആശയം. ഈ കഥയിൽ ചെറിയ പക്ഷിയായ കുരുവി കാട്ടുതീ കെടുത്താൻ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നറിയാമായിരുന്നിട്ടും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ തീ കെടുത്താൻ മരണം വരെ ശ്രമിക്കുന്നു. കുരുവിയുടെ നന്മ നിറഞ്ഞ മനസ്സും ത്യാഗ മനോഭാവവുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇതൊരു ഉപന്യാസമാണ്. പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ, കൊടുക്കുകയും വേണ്ടേ? പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റേതും കൂടിയാണ്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. പ്രകൃതിയാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. നമുക്കാവശ്യമായ പ്രാണവായു, ജീവജലം, ഭക്ഷ്യവസ്തുക്കൾ ഇവയെല്ലാം തന്നെ പ്രകൃതി നമുക്ക് നൽകുന്നു. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനാകില്ല. ശരിയല്ലേ? ആദ്യകാലങ്ങളിൽ പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതമായിരുന്നു മനുഷ്യന്റേത്. മണ്ണിൽ പണിയെടുത്ത് മണ്ണിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചിരുന്ന കാലം. അന്ന് പ്രകൃതി സുന്ദരമായിരുന്നു. നല്ല കാലാവസ്ഥ, എവിടെയും ശുദ്ധജലം, വിഷരഹിതമായ ആഹാര വസ്തുക്കൾ. ഇങ്ങനെ മനുഷ്യൻ കഠിനാധ്വാനത്തിലൂടെ ഭൂമിയിൽ നിന്നും നന്മകൾ നേടിയെടുത്തു. ഭൂമിയാകുന്ന അമ്മ മക്കൾക്ക് നല്ല വിളവുകൾ നൽകി അനുഗ്രഹിച്ചു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം നൽകുന്ന പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ സംരക്ഷിക്കുന്നതിന് പകരം ചൂഷണം ചെയ്യുന്നു. വനസമ്പത്ത് വൻതോതിൽ വെട്ടിമാറ്റുന്നു. വനം നശിക്കുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയുന്നു. സസ്യസമ്പത്തും ജീവിവർഗങ്ങളും ഇല്ലാതാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയവയെല്ലാം വനസമ്പത്ത് ഇല്ലാതാകുന്നതിന്റെ ഫലങ്ങളാണ്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് പ്രധാനമായി വേണ്ടത് ഭൂമിയിലെ വനസമ്പത്ത് സംരക്ഷിക്കുക എന്നതാണ്. വനങ്ങൾ വെട്ടി നശിപ്പിക്കാതെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വ്യവസായത്തിന്റെ പേരിൽ നദികളും മറ്റ് ജലാശയങ്ങളും മലിനമാക്കുന്ന അവസ്ഥ മാറേണ്ടതാണ്. ശുദ്ധജലവും മത്സ്യസമ്പത്തും നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉപകരിക്കും. പ്രകൃതി വിഭവങ്ങളുടെ ബുദ്ധിപൂർവമായ ഉപയോഗപ്പെടുത്തലും ശ്രദ്ധാപൂർവമായ സമീപനവും പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രയോജനപ്രദമാണ്. ഇനി നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നാം ജീവിക്കുന്ന പരിസ്ഥിതിയിലെ വിഭവങ്ങളും സൗകര്യങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധത്തോടെ പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയല്ലേ? നമുക്ക് മാത്രമാണോ പ്രകൃതി? അല്ല, ഇനി വരുന്ന തലമുറകൾക്ക് കൂടി പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതിയുടെ എല്ലാ സമ്പൽ സമൃദ്ധിയും ലഭ്യമാകണം. അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുരുവിയുടെ പാഠത്തിലെ ചോദ്യ ഉത്തരങ്ങളെല്ലാം ഞാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നല്ല രസകരമായ ഒരു പാഠം, വലിയ അർത്ഥതലം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എൻ്റെ നന്ദി, നമസ്കാരം.